ഹലോ ഫ്രണ്ട്സ്, എൻട്രിയുടെ ഗേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗേറ്റ് 2024ന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ് ലൈവായ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഓൺലൈൻ വെബ്സൈറ്റിനെ കുറിച്ച് ഗേറ്റ് IISc ഗേറ്റ് 2024ന്റെ വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്തെല്ലാം നിങ്ങൾ അതിലൂടെ ഗോ ത്രൂ ചെയ്യണം, സിലബസിന്റെ കാര്യങ്ങൾ, 2 പേപ്പർ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത്, എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ച് എന്ത് തന്നെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോന് ശേഷം ആ സംശയങ്ങളെല്ലാം തീരുന്നതായിരിക്കും. കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എന്ത് തന്നെ ഫീഡ്ബാക്സ് ഉണ്ടെങ്കിലും അത് കമന്റ്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഫോം കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, ഫോം ഫില്ല് ചെയ്ത് ചോദിക്കാം, നമ്മൾ നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് ആദ്യം ആ വെബ്സൈറ്റിന്റെ ഹോം പേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും കാണുന്നത്. ലോഗിൻ ക്രെഡൻഷ്യൽസ് ചോദിച്ചുകൊണ്ടുള്ള ഒരു പേജ് ആയിരിക്കും. സോ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാം. അതല്ല, നിങ്ങൾ ഗേറ്റ് 2024 രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഓപ്ഷൻ ഇവിടെ ഏറ്റവും താഴെയായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം, വിച്ച് ഇസ് രജിസ്റ്റർ ഹിയർ. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ അതിന്റെ അടുത്ത രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോകുന്നതായിരിക്കും. സോ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ എന്തെല്ലാം ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, അതേപോലെ തന്നെ സേർ നെയിം, നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ഓട്ടോമാറ്റിക്കലി താഴെ വരുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ആസ്ട്രിക്സ് മാർക്കുള്ള ഫസ്റ്റ് നെയിമും അതേപോലെ തന്നെ സേർ നെയിമും നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ചെയ്യുന്നതിലൂടെ ഈ രീതിയിലായിരിക്കും പോപ്പപ്പ് വരുന്നത്. നിങ്ങളുടെ പേര് അവിടെ നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. നിങ്ങളുടെ പേര് എന്താണോ അതവിടെ വിസിബിൾ ആയിരിക്കും. അതേപോലെ തന്നെ അതിനുശേഷം നിങ്ങളുടെ പേര് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ പ്രസ് ചെയ്യാം. കണ്ടിന്യൂ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ആദ്യം ഇമെയിൽ അഡ്രസ് ആണ് ബേസിക്കലി നിങ്ങൾ കാണാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതേപോലെ തന്നെ കൺഫേം ഇമെയിൽ അഡ്രസ്സ് വീണ്ടും ഒന്ന് കൺഫേം ചെയ്യുക. കോപ്പി പേസ്റ്റ് പോസിബിൾ അല്ല, ടൈപ്പ് ചെയ്ത് തന്നെ നിങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യണം. നിങ്ങളുടെ കൺട്രി ഓഫ് റെസിഡൻസ്, അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ തന്നെ കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യുക. കാരണം നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസും എൻറോൾമെന്റ് ID എല്ലാം വരുന്നത് നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഇമെയിൽ ID ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ തികച്ചും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാം മൊബൈൽ നമ്പർ കൺഫേം ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പാസ്വേഡ്. സോ എൻറോൾമെന്റ് ID നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്നതായിരിക്കും മെസ്സേജ് ആയിട്ട്. പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. അത് നിങ്ങൾ കൺഫേം ചെയ്യുകയും വേണം. അതിനുശേഷം താഴെ കാണുന്ന രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻറോൾമെന്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ മെയിലിലേക്കോ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ വീണ്ടും അപ്ലൈ ഓൺലൈൻ പേജിലേക്ക് പോവുക. അവിടെ നിങ്ങളുടെ എൻറോൾമെന്റ് ID അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, എൻറോൾമെന്റ് ID ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടോ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ താഴെ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ചോദിച്ചിട്ടുണ്ട്, അത് പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുക. ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കാണുന്ന പേജാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുന്നേ ഇൻഫർമേഷൻ ബ്രൗഷർ വായിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് വേണം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിക്ലറേഷൻ മാർക്ക് ടിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സ്റ്റാർട്ട് ഫില്ലിംഗ് ഗേറ്റ് 2024 ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കാണുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 6 പ്രോസസ്സാണ് ഉള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് എക്സാം, അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ്, അഡ്രസ്, ഡിഗ്രി, പിന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, അതേപോലെ തന്നെ ഫൈനൽ ഡിക്ലറേഷൻ. അതിനുശേഷമാണ്
പേയ്മെന്റിലേക്ക് പോകുന്നത്. അപ്പം എക്സാം ഡീറ്റെയിൽസിൽ നിങ്ങൾ എത്ര പേപ്പേഴ്സ് ആണ് എഴുതുന്നതെന്നുള്ളത് കാണിക്കണം. ഞാൻ പറഞ്ഞിരുന്നു മുന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് 2 പേപ്പർ ഓപ്ഷൻ ഉണ്ട്. പ്രൈമറി പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡറി പേപ്പർ എഴുതാം, നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു പേപ്പറാണ് എഴുതുന്നതെങ്കിൽ 1 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ 2 നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങളുടെ പ്രൈമറി പേപ്പറിന്റെ പേപ്പർ ഏതാണെന്നുള്ളതാണ്. ഞാനിവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ആ ഡ്രോപ്പ് ഡൗണിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം നിങ്ങളുടെ എക്സാമിനേഷൻ സിറ്റി ചോയ്സ് നിങ്ങൾ കൊടുക്കുക. ഞാനിവിടെ പാലക്കാട്, കോഴിക്കോട്, തൃശ്ശൂർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചോയ്സ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ ആ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് എടുത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ആൻഡ് വൺസ് നിങ്ങൾ നെക്സ്റ്റ് പോകുന്നതിന് മുന്നേ ഒന്ന് ചെക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് സേവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ എത്തും. എക്സാം ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി കൊടുത്തു. പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമുക്ക് വരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേര്, അഡ്മിറ്റ് കാർഡിൽ വരേണ്ട പേര്, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ജെൻഡർ, നാഷണാലിറ്റി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ബേസിക് ഡീറ്റെയിൽസ് തന്നെയാണ് നമ്മുടെ പെർമനന്റ് റെസിഡൻസിന്റെ ഡീറ്റെയിൽസ്. അതേപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ID, നമ്മൾ യൂഷ്വലി ആധാർ ID കൊടുക്കാറ്. അതിന്റെ വേറെ ഓപ്ഷൻസും ഉണ്ട്, അതിൽ ചെക്ക് ചെയ്യുക. ആധാർ ID ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആധാർ ID നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഗാർഡിയന്റെ പേര് കൊടുക്കുക, അവരുടെ റിലേഷൻഷിപ്പ്, അതേപോലെ തന്നെ അവരുടെ നാഷണാലിറ്റി, അവരുടെ മൊബൈൽ നമ്പർ. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ പേഴ്സണൽ സെക്ഷനിൽ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനുശേഷം നമുക്ക് അടുത്തൊരു പേജ് നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ അഡ്രസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ കറസ്പോണ്ടൻസ് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്, നിങ്ങളുടെ കോൺടാക്ട് അഡ്രസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. സോ ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇതിൽ 2 ഫീൽഡ് ഓപ്ഷണൽ ഉണ്ട്, ബാക്കിയുള്ള എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീൽഡുകളാണ്. സോ അടുത്തതിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്രി, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നിങ്ങളുടെ കോളേജിന്റെ പിൻകോഡ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ കൺട്രി ഓഫ് കോളേജ് അല്ലെങ്കിൽ കൺട്രി ഓഫ് യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റോൾ നമ്പർ. ഓക്കെ, നിങ്ങൾ ബിടെക് ആണ് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി തരുന്ന ആ ഒരു റോൾ നമ്പർ ആണ് നിങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, അത് നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ ക്വാളിഫൈഡ് ഡിഗ്രി, ഞാൻ ഇവിടെ ബിടെക് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഡിസിപ്ലിൻ ഏതാണെന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഡിസിപ്ലിൻ ഏതാണോ അത് കൃത്യമായി പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രി നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങളുടെ ക്വാളിഫൈങ് ഡിഗ്രിയുടെ ഇയർ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രി അവാർഡിങ് യൂണിവേഴ്സിറ്റി ഏതാണോ, നിങ്ങളുടെ ഡിഗ്രി അവാർഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽ കൊടുക്കുക, കോളേജ് നെയിമും കൊടുക്കുക. ഈ അവസാനത്തെ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൗണിൽ ഓപ്ഷൻസ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഡ്രോപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു, നിങ്ങളുടെ കോളേജോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേരോ അതിൽ വരുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്ത് അവിടെ കൊടുക്കാവുന്നതാണ്. നോ ഇഷ്യൂസ്. ഓക്കെ, ഇനി അടുത്ത പേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്. അപ്പൊ ഇവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, കളർ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. JPG, PNG ഫയൽസ് ആയിരിക്കണം. അതിന്റെ ആസ്പെക്ട് റേഷ്യോ, അതേപോലെ തന്നെ 5 KB മുതൽ 1 MB വരെയുള്ള ഫയലാണ് അലൗഡ് ആയിട്ടുള്ളത്. നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫോട്ടോ ID, അതായത് നമ്മൾ നേരത്തെ അവിടെ ആധാർ ആണ് കൊടുത്തിരുന്നത്. അപ്പൊ ആധാറിന്റെ PDF ഫയൽ, അതിന്റെ JPG അല്ല, PDF ഫയലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ലാസ്റ്റ് ഒരു ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഗേറ്റ് 2024 കുറിച്ച് അറിഞ്ഞത്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കൺഫർമേഷൻസും മറ്റുമൊക്കെ ഇവിടെ തന്നെ ഈ സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും, റൈറ്റ് സൈഡിൽ. അതിനുശേഷം നമ്മുടെ അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തി, വിച്ച് ഇസ് ദ ഡിക്ലറേഷൻ. നിങ്ങൾ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം അപ് ടു യുവർ നോളജ് ആൻഡ് അതേപോലെ തന്നെ കൊടുത്തെല്ലാം കറക്റ്റ് ആണെന്നുള്ള ഡിക്ലറേഷൻ ആണ്. താഴെ നിങ്ങളുടെ ഈ സിഗ്നേച്ചറും കൂടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പേര്. അതിനുശേഷം നിങ്ങൾ ഒന്ന് വെരിഫൈ ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഫോമിൽ നിങ്ങൾ ഇതുവരെ കൊടുത്ത ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് ടു പേയ്മെന്റ് എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ കാണാൻ സാധിക്കുക. ഡേറ്റ വൺ സബ്മിറ്റഡ് കനോട്ട് ബി മോഡിഫൈഡ് ലേറ്റർ. പ്രസ് കണ്ടിന്യൂ ടു സബ്മിറ്റ്, പ്രസ് ക്യാൻസൽ, ഗോ ബാക്ക് ടു എഡിറ്റിംഗ് ദ ആപ്ലിക്കേഷൻ ഫോം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ആപ്ലിക്കേഷൻ ഫോം വെരിഫൈ ചെയ്യുക കൊടുക്കുന്നതിന്റെ മുന്നേ.
പിന്നീട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ ഒരു ഡേറ്റ് വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിന് 500 രൂപ വെച്ച് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്തിനാ വെറുതെ അതിന് നിൽക്കുന്നത് അല്ലെ? അപ്പൊ ഏറ്റവും നല്ലത് നിങ്ങൾ ഇപ്പൊ തന്നെ അത് വെരിഫൈ ചെയ്യുക. ഒന്നോ രണ്ടോ വട്ടം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ പേയ്മെന്റ് പേജിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീ എമൗണ്ടും മറ്റുമൊക്കെ ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പേയ്മെന്റ് മോഡുകൾ ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഡെബിറ്റ് കാർഡ്, അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്. യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ഓൺലൈൻ പേയ്മെന്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഗേറ്റ്വേസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. സെപ്റ്റംബർ 29 ടെന്റേറ്റീവ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും ലാസ്റ്റിലേക്ക് വെയിറ്റ് ചെയ്യാതിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഇപ്പൊ തന്നെ ഈ വെബ്സൈറ്റിലേക്ക് പോവുക, ഇൻഫർമേഷൻ ബ്രൗസർ ഒരു വട്ടം കൃത്യമായി വായിക്കുക, ആൻഡ് ഈ വീഡിയോ കംപ്ലീറ്റ്ലി കാണുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഞാനിവിടെ 3 വെബ്സൈറ്റ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗേറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്, അതേപോലെ തന്നെ ഇത് ലോഗിൻ വെബ്സൈറ്റ് ആണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് ആദ്യം ചെല്ലേണ്ടത്. goaps.iasc.ac.in/register രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ എൻറോൾമെന്റ് ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫോം ഫില്ല് ചെയ്യുക, നമ്മളോട് ചോദിക്കുക. നമ്മൾ നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും ഫോം ഫിൽ ഔട്ട് ചെയ്യാനായിട്ട്. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്സ് കൂടെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു ഗൈസ്.